നമസ്കാരം. ബി.ജെ.പി. ആസ്ഥാനത്തേക്ക് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ ആം ആദ്മി പാർട്ടി നടത്തുന്ന പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞു. ബി.ജെ.പി. ഓഫീസിലേക്കുള്ള വഴി ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരിക്കുകയാണ്. പ്രവർത്തകരോട് പിരിഞ്ഞു പോകണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടു. ബാരിക്കേഡിന് മുന്നിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ് കേജ്രിവാൾ. പാർട്ടിയെ തകർക്കാൻ ഓപ്പറേഷൻ ചൂലിന് ബി.ജെ.പി. ശ്രമം നടത്തുകയാണെന്നും പറയുന്നു. ഒരു കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്താൽ 100 കേജ്രിവാൾമാർ ജന്മമെടുക്കുമെന്നും അരവിന്ദ് കെജ്രിവാൾ പറയുന്നു. മാർച്ചിന് മുന്നോടിയായി ഡൽഹിയിൽ 144 അതായത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നു. ITOയിലെ മെട്രോ സ്റ്റേഷനുകൾ അടച്ചു. ആം ആദ്മി പാർട്ടിയുടെ ആസ്ഥാനത്തിന് മുന്നിൽ കേന്ദ്ര സേനയെ വിന്യസിക്കുകയും ചെയ്തു. ആം ആദ്മി പാർട്ടിയെ ഇല്ലാതെയാക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രമിക്കുന്നതെന്ന് അരവിന്ദ് കെജ്രിവാൾ പറയുന്നു. AAPയുടെ വളർച്ചയിൽ മോദിക്ക് ആശങ്കയാണ്. അതിന്റെ ഭാഗമായാണ് തന്നെയും മനീഷ് സിസോദിയെയും ജയിലിൽ അടച്ചത്. ഡൽഹിയിലും ഹരിയാനയിലും നല്ല ഭരണം നടത്താൻ ആം ആദ്മി പാർട്ടിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ബി.ജെ.പിക്ക് അതിന് കഴിയില്ല. വരും കാല രാഷ്ട്രീയത്തിൽ ബി.ജെ.പിയുടെ ഏറ്റവും വലിയ എതിരാളിയായി ആം ആദ്മി പാർട്ടി മാറുമെന്ന ബോധ്യം പ്രധാനമന്ത്രിക്കുണ്ട്. ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ ദരിദ്രർക്ക് രാജ്യം മുഴുവൻ സൗജന്യമായി വിതരണം ചെയ്യും. 1000 രൂപ വീതം വനിതകൾക്ക് അവരുടെ അക്കൗണ്ടുകളിൽ എത്തിച്ചു നൽകുമെന്നും കേജ്രിവാൾ പറഞ്ഞു. കേജ്രിവാൾ സംസാരിക്കുന്നതിനിടെ അദ്ദേഹത്തിനെതിരെ സദസ്സിൽ നിന്നും പ്രതിഷേധമുണ്ടായി. പ്രതിഷേധിച്ചയാളെ പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു. ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. എന്തും സംഭവിക്കാവുന്ന സാഹചര്യമാണ് നിലവിൽ ഡൽഹിയിലുള്ളത്. അതിനിടെ ബി.ജെ.പി. ആസ്ഥാനത്തിന് പുറത്ത് പ്രകടനം നടത്തുന്ന ആം ആദ്മി പാർട്ടി തീരുമാനത്തെ രൂക്ഷമായി വിമർശിച്ച് AAP രാജ്യസഭാംഗമായ സ്വാതി മലിവാളും എത്തി. നിർഭയയ്ക്ക് നീതി ലഭിക്കാൻ നാം എല്ലാവരും തെരുവിലിറങ്ങിയ ഒരു കാലമുണ്ടായിരുന്നു. 12 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ CCTV ദൃശ്യങ്ങൾ അപ്രത്യക്ഷമാക്കുകയും ഫോൺ ഫോർമാറ്റ് ചെയ്യുകയും ചെയ്ത പ്രതിയെ രക്ഷിക്കാൻ നമ്മൾ തെരുവിലിറങ്ങുകയാണെന്നാണ് മാലിവാൾ പറഞ്ഞത്. മനീഷ് സിസോദിയയ്ക്ക് വേണ്ടി താൻ ഇത്രയും ശക്തി ഉപയോഗിച്ചിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണെന്നും അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ തനിക്കിങ്ങനെ സംഭവിക്കില്ലായിരുന്നുവെന്നും മാലിവാൾ കൂട്ടിച്ചേർക്കുന്നു. വിഭവ് കുമാറിന്റെ അറസ്റ്റിന് പിന്നാലെ ബി.ജെ.പി. ജയിൽ ഗേൾ കളിക്കുകയാണെന്നും AAP നേതാക്കളും MP-മാരും MLA-മാരും ചേർന്ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് ബി.ജെ.പി. ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തുമെന്നും കേജ്രിവാൾ ശനിയാഴ്ച തന്നെ വാർത്താ സമ്മേളനത്തിലൂടെ വ്യക്തമാക്കിയിരുന്നു. സ്വാതി മലിവാളിനെ ആക്രമിച്ച കേസിൽ ശനിയാഴ്ചയാണ് വിഭവ് കുമാറിനെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ വിഭവ് കുമാറിനെ 5 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു. മെയ് 13-ന് രാവിലെ മുഖ്യമന്ത്രിയുടെ വസതിയിൽ വെച്ച് വിഭവ് കുമാർ മലിവാളിനെ മർദ്ദിച്ചെന്നാണ് ആരോപണം. സ്വാതി മലിവാളിന്റെ പരാതിയിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത FIR-ൽ വിഭവ് കുമാറിനെതിരെ ഗുരുതര പരാമർശങ്ങളാണുള്ളത്. സ്വാതിയുടെ വയറ്റിൽ ഇടിക്കുകയും തല്ലുകയും ചവിട്ടുകയും ചെയ്തെന്നാണ് FIR-ൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ACP PS കുഷ്വാഹയുടെ നേതൃത്വത്തിൽ ഡൽഹി പോലീസിന്റെ 2 അംഗ സംഘം സ്വാതിയുടെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിഭവിനെതിരെ കേസെടുത്തത്. IPC 354, 506, 509, 323 വകുപ്പുകളാണ് ചുമത്തിയത്. നന്ദി.